തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഐതിഹ്യവും പറ്റി പറയുകയാണെങ്കിൽ അകൂർമയുടെ ഐതിഹ്യവുമായിട്ട് അല്ലെങ്കിൽ ചരിത്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അകൂർമയുടെ ചരിത്രം കൂടി പറയുമ്പോഴേ ഇതിൻ്റെ പ്രതിഷ്ഠാ കാലഘട്ടത്തെപ്പറ്റി കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഏതാണ്ട് 1600 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്ര നിർമ്മാണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് മേടത്തൂർ അഗ്നിഹോത്രിയുടെ കാലഘട്ടമായ 400 AD-യിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് ഉത്ബോധനമായിട്ട് പറയുകയാണെങ്കിൽ പല തെളിവുകളും നമുക്കിത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം സ്വയംഭൂവായിട്ട് ഉണ്ടായതാണ്. അതായത് ചൈതന്യം ഇവിടെ കാണപ്പെടുകയും അങ്ങനെ ഇവിടെ പ്രതിഷ്ഠാ അനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ക്ഷേത്രം തിരുവാഴക്കുളം മഹാക്ഷേത്രം. അകൂർമയുടെ മൂലകുടുംബം ഒരു കാലഘട്ടത്തിൽ ഐരാണിക്കുളം എന്ന ദേശത്തായിരുന്നു. അത് ആ ദേശം തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ അവിടുത്തെ തമ്പ്രാക്കൾ സ്ഥാനവും ആ ദേശത്തെ തമ്പ്രാക്കള സ്ഥാനവും അകൂർമരയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു മഹാക്ഷേത്രം, അതായത് ശിവനും പാർവതിയുള്ള ഒരു മഹാക്ഷേത്രം അവിടെ ഇന്നും വലിയ ഗംഭീരമായിട്ട് ഇന്നും അവിടെ പൂജാകാര്യങ്ങളൊക്കെ നടത്തി പോരുന്നുണ്ട്. ആ ക്ഷേത്രത്തിലെ ഒരു പീഠത്തിൽ തന്നെയാണ് ശിവനും അതുപോലെ തന്നെ പാർവതി ദേവിയും. ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരും അകൂർമര കുടുംബക്കാരായിരുന്നു. അങ്ങനെ ആ തമ്പ്രാക്കൾ സ്ഥാനം അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും മഹാരാജാവ് ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടേ, അതായത് അന്നത്തെ കാരണവരോട് ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യുള്ളൂ. പക്ഷേ ചില അസ്വരസങ്ങൾ, ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ ചില അസ്വരസങ്ങൾ ഉണ്ടാവുകയും അത് ഇദ്ദേഹത്തിനോട് ഒട്ടും സ്വീകാര്യമല്ലാതെ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇനി പറഞ്ഞു, ഞാനെനിക്ക് ഈ തമ്പ്രാക്കൾ സ്ഥാനം വേണ്ട, ഞാനിവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അപ്പം അന്ന് അകൂർമരയ്ക്ക് ഇവിടെ വെള്ളാരപ്പള്ളി എന്ന പ്രദേശത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു പെരിയാറിൻ്റെ തീരത്തൊരു 4 പേരെ കഴിഞ്ഞ് ഇവിടെ താമസാക്കി. അങ്ങനെ താമസാക്കിയപ്പോഴും ഇദ്ദേഹത്തിന് അകൂർമര കുടുംബക്കാരിലേക്ക് അന്നത്തെ കാരണവർക്ക് വലിയൊരു പ്രയാസം. കാരണം എന്തെങ്കിലും മഹാദേവനെ ദർശിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ജലം പോലും കഴിച്ചിരുന്നുള്ളൂ. ഇവിടെ വന്നേ പിന്നെ മഹാദേവനെ ദർശിക്കാൻ തന്നെ കഴിയാതെ വന്നു. അപ്പോൾ അദ്ദേഹം എല്ലാം ദുഃഖിതനായി. ആ കാലഘട്ടത്തിലാണ് അകൂർ ചാത്തൻ്റെ ജനനം. അതായത് പറയപ്പെട്ട മന്ത്രികുലത്തിലെ ഒരു അംഗമാണ് അകൂർ ചാത്തൻ. ഇപ്പോൾ ഈ പറയപ്പെട്ട മന്ത്രികുലത്തിലെ എല്ലാ കുടുംബ അംഗങ്ങളും വളരെ അമാനുഷികരാണ്, ഒക്കെ ദൈവിക സങ്കല്പമുള്ളവരാണ്. അങ്ങനെ ആ ഒരു കുട്ടിയെ പുഴയുടെ തീരത്ത് കണ്ടുകിട്ടുകയും അങ്ങനെ ആ കുട്ടിയെ ഇവിടെ എടുത്ത് വളർത്തുകയും ചെയ്തു. അകൂർമര കുടുംബക്കാർ വളർത്തി. അപ്പോൾ അത് അദ്ദേഹം അന്ന് ആ കുട്ടിക്ക് ചാത്തൻ എന്ന് പേരിട്ടു. അങ്ങനെ കുട്ടി ആദ്യം ഇവിടുത്തെ ഈ അകൂർമരയിലൊരു കാര്യസ്ഥനായിരുന്നു, ഒരു ബാല്യക്കാരനായിരുന്നു. പിന്നെ ഒരു കാര്യസ്ഥനായി, പിന്നെ ഒരു ഉപദേശകനായി അങ്ങനെ മാറി. അപ്പോൾ ആ ചാത്തൻ ഈ അന്നത്തെ കാരണവരുടെ അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടിട്ട് എന്താണ് ഇങ്ങനെ അങ്ങ് വിഷമിച്ചിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് മഹാദേവനെ ദർശിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ഞാനിവിടെ പോന്ന പിന്നെ എനിക്ക് അവിടെ പോയി കാണാൻ തന്നെ പറ്റാതെയായി, എന്താ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചാത്തൻ പറഞ്ഞു, ഞാൻ അതിനൊരു ഉപായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കരിങ്കല്ലുകൊണ്ട് ഒരു തോണി ഉണ്ടാക്കിയെന്ന. കരിങ്കല്ലുകൊണ്ട് തോണി ഒരു അമാനുഷനായതുകൊണ്ട് അദ്ദേഹത്തിനകത്ത് സാധിച്ചു. അങ്ങനെ ആ കരിങ്കൽ തോണിയിൽ ദിവസവും ഐരാണിക്കുളം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇപ്പോഴേക്കൂടെ ഐരാണിക്കുളം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ദർശിച്ച് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവരും. ഇങ്ങനെ ഒരു പതിവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും പ്രായാധികയായി. അപ്പോൾ ഇദ്ദേഹം ഒട്ടും നടക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയായി. അപ്പോൾ അദ്ദേഹം നടക്കരുതെന്ന് പ്രാർത്ഥിച്ചു, അയ്യോ മഹാദേവ, എനിക്ക് അങ്ങേ കാണാൻ വയ്യാത്ത ഒരു അവസ്ഥയായില്ലോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ ചാത്തൻ പറഞ്ഞു, അത് സാരമില്ല, നമുക്ക് പോവാം. അപ്പോൾ ഇദ്ദേഹം വന്ന ഓലക്കൊടിയാണ്. അപ്പോൾ ഇദ്ദേഹം ആ ഓലക്കൊടിയിലെത്തുമ്പോൾ ഭയങ്കര ഭാരം തോന്നി. ഇതെന്താ ഇത്രയ്ക്ക് ഭാരം ഉണ്ടല്ലോ ഈ ഓലക്കൊടയ്ക്ക്, അതൊരു നിമിത്തം പോലെ കണക്കാക്കിയാൽ മതി, അതെടുത്ത് പോരൂ എന്ന് പറഞ്ഞ് ചാത്തനും ഇദ്ദേഹവും കൂടി പോന്നു. ഇവിടെ വന്ന് പുഴ ഈ കടവിൻ്റെ അടുത്ത് എത്തി പോയി കുട വെച്ചപ്പോൾ ആ കുട പിന്നെ എടുത്തപ്പോൾ കുടയ്ക്ക് ഭാരമില്ലാതെയായി. അപ്പോൾ ഇതെന്താ വ്യത്യാസം, ഇന്ന് ഭയങ്കര ഭാരമായിരുന്നല്ലോ, ഇവിടെ എത്തി കുട വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എടുത്തപ്പോൾ ഭാരമില്ലാതെയായി. അങ്ങയോടൊപ്പം മഹാദേവനും ഇവിടേക്ക് പോന്നിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള ദർശനം കാണും. അപ്പോൾ ചാത്തൻ പറഞ്ഞു, ഈ സ്ഥാനത്താണ് അദ്ദേഹം സ്വയംഭൂവായിട്ട് മഹാദേവൻ വന്നിട്ടുള്ളത്, ഇവിടെ ക്ഷേത്രം പണിഞ്ഞ് മറ്റ് പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ആണ് ഇവിടെ
വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്ത് ഈ ഒരു വലിയ മഹാക്ഷേത്രം പണിതത്. അപ്പം അങ്ങനെയാണ് അവിടുന്ന് തിരിഞ്ഞു പോകുന്നത് കൊണ്ട് ഇവിടെ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി.